ജലീൽ വിദ്യാർത്ഥിനിക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായിരിക്കുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് ഈ ആസിഡ് ആക്രമണം ഉണ്ടായത്. ആരാണ് ഈ ആക്രമണം നടത്തിയയാൾ? ഈ വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? അക്ഷയ, 3 അംഗ സംഘമാണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ളത്. പെൺകുട്ടിക്ക് പരിചയമുണ്ടായിരുന്ന ജിതേന്ദ്ര എന്ന ഒരു വ്യക്തി, പിന്നെ അയാളുടെ 2 സുഹൃത്തുക്കൾ ഇഷാൻ അതുപോലെ അർമാൻ എന്നാണ് പേര്. 2 പേരുടെയും പേര് ബൈക്കിലെത്തിയാണ് പെൺകുട്ടിക്ക് നേരെ ആക്രമണം നടത്തിയത്. ഇന്ന് പെൺകുട്ടി കോളേജിലേക്ക് പോവുകയായിരുന്നു. ഡൽഹി സർവകലാശാലയിലെ ഒരു 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. ഈ ജിതേന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയെ ഏറെ കാലമായി പെൺകുട്ടിക്ക് അറിയാമായിരുന്നു. പെൺകുട്ടിയുടെ പിറകെ നടന്ന് ശല്യം ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസിന് മുൻപാകെ മൊഴിയേറ്റടക്കം നൽകുന്നുണ്ട്. ഈ പെൺകുട്ടി ഇന്ന് സ്പെഷ്യൽ ക്ലാസ്സിന് വേണ്ടി കോളേജിലേക്ക് പോകുന്ന സമയത്ത് ബൈക്കിലെത്തിയ 3 അംഗ സംഘം പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി. അതിൽ ഒരു യുവാവ് പെൺകുട്ടിയുടെ നേരെ ആസിഡ് ഒഴിക്കുകയായിരുന്നു. മുഖത്തേക്കാണ് ഒഴിച്ചത്. കൈകൊണ്ട് തടയാൻ ശ്രമിച്ചെങ്കിലും കയ്യിലും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കയ്യിൽ സാരമായിട്ട് തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. മുഖത്തേറ്റ പൊള്ളൽ പരിക്ക് അത്രത്തോളം ഗുരുതരമല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്. ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ഈ 3 പേരും, ഈ 3 അംഗ സംഘവും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിരുന്നു. ബൈക്കിൽ തന്നെ രക്ഷപ്പെട്ടു പോയിരുന്നു. അവരെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തുള്ളവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്, CCTV പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ 3 പേരെയും പിടികൂടാൻ സാധിച്ചില്ല. പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ്. നിരസിച്ചതാണോ ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിൽ? പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസ് അതിൽ കൃത്യമായിട്ടുള്ള കാരണമോ വിശദീകരണമോ നൽകിയിട്ടില്ല. ഏറെ നാളായി പെൺകുട്ടിയെ പിന്നാലെ നടന്ന ഈ ജയേന്ദ്ര എന്ന് പറയുന്ന അയാൾ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി തന്നെ ഇക്കാര്യം പോലീസിനോട് പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് വിവരങ്ങൾ എന്തായാലും ഇതുവരെയും പോലീസ് പുറത്ത് വിട്ടിട്ടുമില്ല. ഇവരെ 3 പേരെയും പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജിതേന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയാണ് പെൺകുട്ടിയുടെ പുറകെ നടന്നിരുന്നത്. പക്ഷേ അയാളുടെ സുഹൃത്ത്, ഈ ബൈക്കിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് പെൺകുട്ടിക്ക് നേരെ ഈ ആസിഡ് ഒഴിച്ചത് എന്നാണ് പെൺകുട്ടി വ്യക്തമാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം. എന്തായാലും ഈ 3 പേരെയും പിടികൂടിയ ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പോലീസും. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് ആക്രമണം. ഡൽഹി സർവകലാശാലയിലാണ് സംഭവം. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകിയത്.